Hi friends, Wheelsandwagen സ്വാഗതം. ഞാൻ ഷെഫി പറഞ്ഞു. 4 മാസം മുമ്പ് Tvs RR310 അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായി. അതായത് റേസ് കിറ്റ് ഡൈനാമിക് പോലത്തെ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻസ് ആണ് ഇത് കണ്ടത്. കാരണം വാഹനം കാണാനാണ് വന്നത്, നിന്റെ മോന്ത കാണാനല്ല എന്ന് പറഞ്ഞിട്ട്. അന്ന് വാഹനം കാണിച്ച് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വാഹനം ഡിസ്പ്ലേയിൽ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ബിൽഡ് ടു ഓർഡർ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഓൺലൈൻ വഴി കസ്റ്റമർ ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് Tvs ഈ ഒരു കിറ്റ് വരുന്ന RR310 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ എന്തായാലും ഡൈനാമിക് കിറ്റും റേസ് കിറ്റും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു വാഹനം നമ്മുടെ കൂടെ ഉണ്ട്. നോർമൽ ഒരു RR310 ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും വാഹനം കാണിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു കിറ്റ് വരുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്നതിൻ്റെയൊക്കെ വില എത്രയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാൻ പോവാണ്. രണ്ട് വാഹനങ്ങളും കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. കാരണം ഓടിക്കുമ്പോഴുള്ളൊരു ഫീലിലാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ കിടക്കുന്നത്, അല്ലാതെ കാഴ്ചയിലല്ല. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ആകെ ഒരു 01 എന്നൊരു നമ്പർ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ സ്റ്റോക്ക് കണ്ടീഷനുള്ള വാഹനത്തിൽ നമുക്കത് കാണില്ല. അത് ഈ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വരുന്ന RR310 നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ് ഒരു നമ്പർ. അത് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. അതിങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഷോറൂമുകളിൽ വണ്ടി വരിക എന്നുള്ളതാണ് ഒരു മാറ്റം. ഇത് നമ്മൾ Bs6 RR310 മുതൽ കാണുന്ന ഒരു കളറാണ് ഈ ഒരു ഗ്രേ കളർ. അപ്പോൾ അതിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ ലോഞ്ചിൻ്റെ സമയത്ത് ഒരു റെഡ്, അതുപോലെ തന്നെ അലോയ് വീല് റെഡ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റേസിങ്ങിൻ്റെ രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനിൽ ഒരു RR310 കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ്. അത് നമുക്ക് ആ ഒരു കളർ മൊത്തം ആ രീതിയിലേക്ക് മാറ്റാനായിട്ട് 4500 രൂപയാണ് വരിക. അതുപോലെ തന്നെ അലോയ് വീല് റെഡ് ആക്കണമെന്നുണ്ടെങ്കിൽ 1500. അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നും സെലക്ട് ചെയ്യുന്നതാണ്, കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. അല്ലാതെ എല്ലാം കൂടി ഒരു പാക്കായിട്ട് വരുന്ന അല്ല, അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും അത്തരത്തിലുള്ള കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാത്ത ബാക്കിയെല്ലാം, അതായത് ഓൺലൈൻ വഴി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ ഈ ഒരു കളറിൻ്റെ കാര്യം, അലോയ് വീലിൻ്റെ ബോഡിയുടെ കളറിൻ്റെ കാര്യം വെച്ച് ബാക്കിയെല്ലാം ചെയ്ത് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇത്. അത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 4500 1500 കൊടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ ഓരോ മാറ്റങ്ങൾ റേസ് കിറ്റ് ഡൈനാമിക് കിറ്റിൻ്റെ മാറ്റങ്ങൾ സെപ്പറേറ്റ് തന്നെ തരംതിരിച്ച് പറയാം. ഒക്കെ മിക്സ് ചെയ്ത് പറഞ്ഞാലും ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും എന്നുള്ളതുകൊണ്ടാണ് ആദ്യം തന്നെ ഡൈനാമിക്കിൻ്റെ കാര്യം പറയാം. ഡൈനാമിക് കിറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കിറ്റ് നമുക്ക് ഡൈനാമിക് കിറ്റാണ് വരുന്നത്. 12000 രൂപയാണ് അതിന് വരിക. നോർമലി നിങ്ങൾ സ്റ്റോക്ക് കണ്ടീഷനുള്ള വാഹനത്തിൽ നിന്ന് 12000 രൂപ കൊടുത്താലാണ് നമുക്ക് ഡൈനാമിക് കിറ്റിൻ്റെ ഫീച്ചേഴ്സ് ലഭിക്കുക. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം 2 സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൺട്രോൾസ്, ഫ്രണ്ട് ഡാമ്പേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ കൺട്രോൾസാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് ആ സ്റ്റോക്ക് കണ്ടീഷനുള്ള വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇത് നമുക്ക് ഈ ഒരു കീ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നമ്മുടെ ക്യാപ്റ്റൻ രാജു പറഞ്ഞ പോലെ മറ്റൊരു തെണ്ടിയുടെ സഹായം കൂടാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. രണ്ട് നമുക്കിത് ഓൺ ദ ഗോ നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്താവുന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ വരുന്നത്. ഇത് നമുക്ക് ഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് റിയർ സസ്പെൻഷനും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നുള്ളൊരു മാറ്റം വരുന്നത് നമുക്ക് ഈ ഒരു ബ്രാസ് കോട്ടഡ് ചെയിൻസ് ആണ്. അതായത് ആൻറ്റി റസ്റ്റ് ആണ്, നമുക്ക് തുരുമ്പൊന്നും കാര്യങ്ങളൊന്നും എടുക്കില്ല. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. നമ്മുടെ വണ്ടിയൊക്കെ ഓൾറെഡി ആ ഒരു ലോക്ക്ഡൗൺ സമയത്തൊക്കെ കുറച്ചധികം ദിവസം വെറുതെ ഇരുന്നപ്പോൾ തുരുമ്പടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ബ്രാസ് കോട്ടഡ് ചെയിനൊക്കെ തീർച്ചയായിട്ടും വർത്താണെന്ന് പറയാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്കൊരു ഡൈനാമിക് കിറ്റിൻ്റെ ഫീച്ചേഴ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നമുക്കിവിടെ സ്റ്റോക്ക് കണ്ടീഷനുള്ള വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് നോർമൽ ചെയിനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നില്ല. അത് ഫ്രണ്ടും ബാക്കും ഒന്നും വരുന്നില്ല. പിന്നെ ഒരു നമുക്ക് 5000 രൂപക്ക് സെലക്ട് ചെയ്യാവുന്ന റേസ് കിറ്റ് ആണ്. അത് കൂടുതൽ നമുക്കൊരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വരുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനാണ്. നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്ന രീതിയിലാണ്. നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ട്രൈറ്റ് ആണ്. നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വിഷ്വൽ മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും നേരിട്ട് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് നല്ല രീതിയിൽ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടാണ്. ഇത് കുറച്ചുകൂടി സ്ട്രൈറ്റ് ആണ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു ടെക്ക് ഡൗൺ ചെയ്യാനും നമുക്ക് ലീൻ ചെയ്തിരുന്നു ഓടിക്കാനൊക്കെ വേണ്ടി കൂടുതൽ ട്രാക്കിൽ ഓടിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കൊരു ഫുഡ് പെക്കിൻ്റെ ഭാഗം, ഈ ഒരു യൂണിറ്റ് മൊത്തം ഇതിൻ്റെ ഒരു പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി ബാക്കിലേക്ക് റിയർ സെറ്റ് ആക്കിയിട്ട് ഒരു ഫുഡ് പെക്ക്, അതുപോലെ തന്നെ റബ്ബർ മൗണ്ടിങ് മാറ്റിയിട്ട് ഒരു നെൽ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് പ്രധാനമായിട്ട് വരുന്ന ഡൈനാമിക്കിൻ്റെ ഒരു രണ്ടാമത്തെ മാറ്റം. അപ്പോൾ ഇത് ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും നമുക്കൊരു 2 വാഹനത്തിന് കയറി ഇരുന്ന് നോക്കുന്ന സമയത്ത് വളരെ വലിയ മാറ്റമായിട്ട് ഫീൽ ചെയ്യും. കാരണം മൊത്തത്തിലുള്ള ഒരു റൈഡിങ് പോസ്റ്റർ കംപ്ലീറ്റ്ലി മാറുന്നുണ്ട് ഈ 2 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്ന ഫീച്ചേഴ്സ് കൂടാതെ തന്നെ മറ്റ് 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു Tvs. അതിൽ പ്രധാനമായിട്ടുള്ള മീറ്ററിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പുതിയത് എടുക്കുന്നതിനോ അല്ല, നിലവിൽ Bs6 ആയിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് അപ്ഡേഷനിലൂടെ സ്വന്തമാക്കാൻ കഴിയുന്ന ഫീച്ചേഴ്സാണ് വരുന്നത്. അതിൽ മെയിനായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ
ട്രിപ്പ് ഡീറ്റെയിൽസ് നമുക്ക് പുതിയൊരു ഇത് കാണാനായിട്ട് സാധിക്കും. ട്രിപ്പ് ABC മുന്നേ ഉണ്ട് നമുക്ക്. അത് കൂടാതെ തന്നെ ഒരു ഡേ ട്രിപ്പ് മീറ്റർ എന്ന് പറഞ്ഞിട്ട് കാണാം. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു ദിവസം നമ്മൾ ഓടിക്കുന്ന കിലോമീറ്റർ, അതുപോലെ തന്നെ അതിന് വേണ്ട ഫ്യൂവൽ, ആവറേജ് സ്പീഡ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് ആ ഒരു ഡേ ട്രിപ്പ് മീറ്ററിൽ കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ മൈ വെഹിക്കിളിൽ പോയാൽ നമുക്ക് ഈ സർവീസ്, പെർഫോമൻസ് റെക്കോർഡ് എന്ന 2 ഓപ്ഷൻ കൂടാതെ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് ഒന്നും കൂടി കാണാം. ഇതും പുതിയൊരു അപ്ഡേഷനാണ്. അതിൽ നമുക്ക് നമ്മുടെ ലൈസൻസ്, RC, ഇൻഷുറൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചെക്കിങ്ങിലൊക്കെ ഇതിൽ തന്നെ കാണിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്. പിന്നെ ലാസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമുക്ക് ലാസ്റ്റ് ഒരു കണക്ടിവിറ്റി, ഡിസ്പ്ലേ സെറ്റപ്പ്, കസ്റ്റം വിഡ്ജറ്റ്സ് കൂടാതെ തന്നെ സ്പീഡ് അലേർട്ട് എന്ന് കാണാം. അതിൽ നമുക്കൊരു സ്പീഡ് നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പീഡ് ക്രോസ് ചെയ്യുമ്പോൾ വാനിനൊരു അലേർട്ട് നമുക്ക് ലഭിക്കും, ഒരു വാണിംഗ് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൽ വലിയ കഥയൊന്നുമില്ല, കാരണം നമ്മൾ തന്നെ ഒരു സ്പീഡ് വെച്ചിട്ട് നമ്മൾ തന്നെ അതിൽ വാണിംഗ് കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഡേ ട്രിപ്പ് മീറ്റർ അടിപൊളിയാണ്. പിന്നെ ആ ഒരു ഡോക്യുമെൻസിൻ്റെ ഫീച്ചറും അടിപൊളിയാണെന്ന് പറയാം. അത് നമുക്ക് നോർമലി എല്ലാ RR310 Bs6 ആയിട്ടുള്ള എല്ലാ RR310 ഓണേഴ്സിനും നമുക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചറാണ്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു റേസ് കിറ്റ്, ഡൈനാമിക് കിറ്റ് നമുക്ക് പുതിയതായി എടുക്കുന്ന ഈ ഒരു ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്ന വാഹനത്തിന് മാത്രമേ ലഭിക്കുകയുള്ളെങ്കിൽ റേസ് കിറ്റ് നമുക്ക് വേണമെങ്കിൽ നിലവിലുള്ള Bs6 വാഹനങ്ങൾക്കും ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വാഹനങ്ങൾക്ക് പിന്നീട് നമുക്ക് ഷോറൂമിൽ നിന്ന് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് TVS എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് എക്സോസ്റ്റ് നോട്ട് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ കേട്ട് നോക്കിയപ്പോൾ ശരി തന്നെയാണ് കേട്ടോ. എക്സോസ്റ്റ് നോട്ടിൽ ചെറിയ മാറ്റമുണ്ട്, നിങ്ങൾ കേട്ട് നോക്ക്. ഇപ്പോൾ TVS ചുമ്മാ പറഞ്ഞാൽ എക്സോസ്റ്റ് നോട്ടിൽ അത്യാവശ്യം നല്ല മാറ്റമുണ്ട്, നല്ലൊരു തമ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഓടിക്കുമ്പോൾ നമുക്കത് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എഞ്ചിനിലും ട്യൂണിങ്ങിലെ കാര്യങ്ങളിലൊന്നും മാറ്റം വന്നിട്ടില്ലെങ്കിലും ആ ഒരു എക്സോസ്റ്റ് നോട്ട് കുറച്ചുകൂടി അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ ഓടിക്കുമ്പോൾ കുറച്ചുകൂടി പവറൊക്കെ കൂടിയൊരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മൊത്തത്തിൽ കൊള്ളാം. നമുക്ക് MVD-യൊന്നും പേടിക്കാതെ തന്നെ അത്യാവശ്യത്തിന് വേണ്ട നമുക്ക് ട്രാക്കിൽ ഓടിക്കണമെങ്കിലും അല്ലെങ്കിൽ ടൂറിങ്ങിന് പോകണമെങ്കിലൊക്കെ ഉള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അത് കളർ മുതൽ ഈ ഇവിടെ കൊടുക്കുന്ന നമ്പർ മുതൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ മാത്രം എടുക്കാവുന്ന ഒരു രീതിയിലും TVS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ചോയ്സാണ് നമുക്കിങ്ങനെ എടുക്കാനുള്ളത്. പിന്നെ അതിൻ്റെ ഒരു വർക്കിംഗ്, അതായത് ഒരു ആപ്പ് വഴിയാണ് നമുക്ക് TVSൻ്റെ ആപ്പ് വഴിയാണ് അതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടത്. അത്ര ഒരു അടിപൊളിയായിട്ട് ഫ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ ഉപയോഗിച്ച ആളുകൾ പറഞ്ഞത്, അതായത് ബുക്ക് ചെയ്ത ആളുകൾ. കാരണം ബുക്ക് ചെയ്ത് പേയ്മെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും അതിൽ വേറെ റിസൾട്ടൊന്നും കാണിക്കുന്നില്ല, പേയ്മെൻറ്റ് സ്വീകരിച്ചോ ഇല്ലേ, ഡിക്ലൈനായോ എന്തായി എന്നുള്ളതൊന്നും കാണിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് അപ്ഡേഷനിലൊക്കെ ഒരാഴ്ച മുന്നൊക്കെ അതിൻ്റെ ക്ലിയർ ആയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡൈനാമിക്കായിട്ടുള്ള വാഹനം ഓടിച്ച് അതുപോലെ തന്നെ ഇത് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ള അതിലൊരു ഓണറോട് തന്നെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വീഡിയോ നമ്മൾ വൈകാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എങ്ങനെയാണ് ഓർഡർ ചെയ്തത്, എത്ര ദിവസം എടുത്തു, എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ, എങ്ങനെയുണ്ടായിരുന്നു ഷോറൂമിൻ്റെ റെസ്പോൺസ്, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കസ്റ്റമർ സർവീസ് കാര്യങ്ങളൊക്കെ അവിടുത്തെ എന്നൊക്കെ ആളോട് ചോദിച്ചിട്ട് ആൾ അത്ര ഹാപ്പി അല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചിട്ട് വീഡിയോ നമ്മൾ വൈകാതെ ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫിൽ റോട്ടിൽ ഇറക്കിയിട്ട് അവനെ ഓടിച്ചിട്ടും എങ്ങനെയുണ്ടെന്നും ആ വീഡിയോയിൽ നമ്മൾ കാണിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് AKB TVSലാണുള്ളത്. ഈ ഒരു വാഹനം നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ഡൈനാമിക് കിറ്റ്, റേസ് കിറ്റോട് കൂടിയുള്ള ഈ ഒരു വാഹനം സെയിലിനുള്ളതാണ് കേട്ടോ. നമുക്ക് അത് സത്യം പറഞ്ഞാൽ വേറൊരു കസ്റ്റമർ ഓർഡർ ചെയ്ത് വന്നതാണ്, പിന്നെ കസ്റ്റമറിൻ്റെ ഒരു വിവരമില്ല, അവർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരു സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ AKB TVSൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുത്തു കൊണ്ടുപോകാനായിട്ടും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റേസ് കിറ്റും ഡൈനാമിക് കിറ്റും വരുന്ന RR310 കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ തന്നെ ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.